ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിലുള്ള റോഡ് BG എന്ന ഫയൽ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ തുറന്ന് മാതൃകയിലേതുപോലെ ഒരു ചിത്രം തയ്യാറാക്കുക. സൂചന: മൈൽ സ്റ്റോണിന്റെ ചിത്രം മാതൃകയിൽ കാണുന്നത് പോലെ ചെടികൾക്ക് പിന്നിൽ ക്രമീകരിക്കുക. തയ്യാറാക്കിയ ചിത്രം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി ഹോമിലെ എക്സാണ്ടൻ ഫോൾഡറിൽ SVG ഫയലായി സേവ് ചെയ്യുക. Open the file roadbg.svg given in Exam Documents folder in Home in Inkscape software and complete the image as shown below. Hint: arrange the milestone behind the bushes as shown in the model. Save the image as an SVG file in the Exam folder in Home with your register number _ question number as the file name. ആദ്യം ഇവിടെ roadbg.svg എന്ന ഫയൽ ഓപ്പൺ ചെയ്യണം. അതിനുവേണ്ടി ഇങ്ക്സ്കേപ്പ് തുറക്കുന്നു. ആപ്ലിക്കേഷൻസ്, ഗ്രാഫിക്സ്, ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ. ഫയൽ തുറക്കാൻ വേണ്ടി ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്തു. ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഫയൽ roadbg.svg ഇതാണ്, അത് തുറക്കുന്നു. ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്ത് അത് തുറക്കുന്നു. അടുത്തതായി ചെയ്യേണ്ടത് ഇവിടെ കാണുന്ന മൈൽ സ്റ്റോൺ നിർമ്മിക്കുക എന്നതാണ്. വരയ്ക്കുവാൻ സൗകര്യത്തിന് വേണ്ടി ഞാനിവിടെ ക്യാൻവാസ് ക്രമീകരിച്ച് വെക്കുന്നു. റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ആദ്യം ഇവിടെ ഒരു ചതുരം വരയ്ക്കുന്നു. അതിൻ്റെ നിറം വെള്ളയാണ്, അതുകൊണ്ട് താഴെ കളർ പാലറ്റിൽ നിന്ന് അതിന് വെള്ള നിറം കൊടുത്തു. ഇനി ബോർഡർ വേണം. കളർ പാലറ്റിൽ നിന്ന് തന്നെ ബോർഡറിന് നിറം കൊടുക്കാം. അതിന് ഷിഫ്റ്റ് കീയിൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് ബോർഡറിന് ആവശ്യമായ നിറം ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ചെറിയൊരു ബോർഡർ വന്നു കഴിഞ്ഞു. ഇനി അതിൻ്റെ കൂടുതൽ ക്രമീകരണത്തിന് വേണ്ടി ഓബ്ജക്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഫിൽ ആൻഡ് സ്ട്രോക്ക് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ സ്ട്രോക്ക് സ്റ്റൈൽ എന്ന ടാബ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ വിഡ്ത്ത് കുറവാണ്, അത് കൂട്ടിക്കൊടുക്കുക. ഇവിടെ 3 കൊടുത്തു നോക്കാം. 3 കൊടുത്തിട്ട് എൻ്റർ കീയിൽ അമർത്തുന്നു. ആവശ്യമായ ബോർഡർ വന്നു കഴിഞ്ഞു. ഇനി പുറത്ത് ക്ലിക്ക് ചെയ്ത് സെലക്ഷൻ കളയുന്നു. അതിനുശേഷം സർക്കിൾ ടൂൾ സെലക്ട് ചെയ്യുന്നു. ഇനി ഇവിടെ സ്റ്റാർട്ടിൽ 180 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ കീയിൽ അമർത്തുകയാണ്. 180 എന്ന് ടൈപ്പ് ചെയ്യുന്നു. എൻ്റർ കീയിൽ അമർത്തുന്നു. ഇനി ഇതിന് മുകളിൽ അർദ്ധവൃത്തം വരയ്ക്കുന്നു. സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചിട്ട് അതിനെ വേണ്ട സ്ഥാനത്തേക്ക് നീക്കി വയ്ക്കുന്നു. വലിപ്പം ക്രമീകരിക്കുന്നു. അതിൻ്റെ നിറം മഞ്ഞയാണ്. കളർ പാലറ്റിൽ നിന്ന് മഞ്ഞ നിറം കൊടുക്കുന്നു. NH47 എന്ന് അവിടെ ടൈപ്പ് ചെയ്യണം. അതിന് ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്ത് NH47 എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്ത് അതിനെ ബോൾഡ് ആക്കുന്നു. ബോൾഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് അതിൻ്റെ വലിപ്പം ക്രമീകരിക്കുന്നു. ഇനി വെള്ളയിൽ 20 കിലോമീറ്റർ എന്ന് ടൈപ്പ് ചെയ്യണം. 20 km. വീണ്ടും ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം 20 km എന്ന് ടൈപ്പ് ചെയ്യുന്നു. 20 km എന്ന് ടൈപ്പ് ചെയ്തു. അതിനെയും ബോൾഡാക്കുന്നു. വലിപ്പം ശരിയാക്കുന്നു. ഇനി കേരള എന്നുകൂടി ടൈപ്പ് ചെയ്യണം. വീണ്ടും ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം കേരള എന്ന് ടൈപ്പ് ചെയ്യുന്നു. ടൈപ്പ് ചെയ്തു. അതിനെയും ബോൾഡാക്കുന്നു. വലിപ്പവും ശരിയാക്കുന്നു. വേണ്ട വലിപ്പമായി. അതിൻ്റെ നിറം ഏതെന്ന് നോക്കുക. അതിനനുസരിച്ചൊരു നിറം ഇവിടെ കളർ പാലറ്റിൽ നിന്ന് കൊടുക്കുകയാണ്. പരീക്ഷയ്ക്ക് ഇത് ഗ്രൂപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടില്ലെങ്കിലും ഇവിടെ നമ്മളുടെ സൗകര്യത്തിന് വേണ്ടി ഗ്രൂപ്പ് ചെയ്യുകയാണ്. ഓബ്ജക്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യുന്നു. അതിനുശേഷം അതിൻ്റെ വലിപ്പം ക്രമീകരിക്കുന്നു. ഇനി അതിനെ ചിത്രത്തിലേക്ക് കൊണ്ടുവരാം. അതുപോലെ പിന്നിലേക്ക് കൊണ്ടുപോവുകയും വേണം. പിന്നിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി ഇവിടെ ഓബ്ജക്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ലോവർ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. പിന്നിലേക്ക് പോയില്ല. ഒരു വട്ടം കൂടി ലോവർ കൊടുത്തു നോക്കാം. ലോവർ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ശരിയായി കഴിഞ്ഞു. ഇതിനെ SVG ഫയലായി സേവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് എന്നതിലല്ല, ഇവിടെ സേവ് ആസ് എന്നതിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. roadbg എന്നത് മായ്ച്ചതിന് ശേഷം അവിടെ രജിസ്റ്റർ നമ്പർ പ്രകാരം പേര് നൽകുന്നു. എക്സാം ഡോക്യുമെൻറ്റ്സിലല്ല സേവ് ചെയ്യേണ്ടത്. ഹോമിലെ എക്സാണ്ടൻ സെലക്ട് ചെയ്തു. ഇനി സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ സേവ് ചെയ്യുന്നു. സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്തു. ചോദ്യം നമ്മൾ ചെയ്തു കഴിഞ്ഞു.